ഹലോ, നിങ്ങൾ തിരക്കാണോ? തിരക്കാണെങ്കിൽ ഇത് കേൾക്കണ്ട കേട്ടോ. കാരണം നിങ്ങളുടെ സമയം അമൂല്യമാണ്. സമയം ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ച് നേരം എൻ്റെ കുറച്ച് ചിന്തകൾ മാത്രം. നമ്മളെപ്പോഴും തിരക്കാ, ബിസി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. രാവിലെ എണീക്കുക, തുടങ്ങും ഓട്ടം ഓട്ടം ഓട്ടം. നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കും. ഓവർടേക്ക് ചെയ്ത് ഏറ്റവും അവസാനം ഡേ കേടാ, റെഡ് സിഗ്നൽ അവിടെ കേടാ. അത് തന്നെ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് ഞങ്ങളുടെ ഓറിയോ, ഞങ്ങളുടെ പൂച്ചക്കുട്ടിയാണ്. നല്ല സുന്ദരിക്കോതയാണ്. ഇവള് ഒരു സംഭവം തന്നെയാണ്. ഇവക്കിപ്പോൾ 3 കുട്ടികളുണ്ട്. കഴിഞ്ഞ ദിവസം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാള മീനെ അത് കൊണ്ടുവന്നപ്പോൾ ഇവൾ ഓടി വന്ന് എന്തോട്ടെ അവൾക്ക് വിശന്നിരിക്കണേരിക്കും തോന്നിയിട്ട് വീണ. പുള്ളിക്കാരത്തി എന്ത് ചെയ്ത് ആ തലയങ്ങ് വെട്ടിക്കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവക്കിടെ കുഞ്ഞുങ്ങൾ കരയണ ഒച്ച കേട്ട് ഇവൾ ആ ചാള കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ആ മീൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തല പൊക്കി നോക്കിയപ്പോഴാണ് അവക്കടെ കുഞ്ഞുങ്ങളാ കരയണേന്ന് മനസ്സിലായത്. അത് വായിന്ന് ഒറ്റ ഇടലിട്ടിട്ട് ഒറ്റൊരു ഓട്ടം കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക്. അത് വല്ലാതെ എന്നൊരു ടച്ച് ചെയ്തു. ഇതേപോലെ എത്ര പേരുണ്ടാവും? നമ്മൾ മനുഷ്യർ, ദൈവതുല്യമായി ഇരിക്കുന്ന മനുഷ്യരെന്ന് പറയണം. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മൃഗങ്ങളെക്കാളും കഷ്ടമായ വ്യക്തികൾ. സ്വന്തം മക്കളുടെ വേദന, സ്വന്തം വീട്ടുകാരുടെ വേദന അറിയാണ്ട് അവരുടെ വേദനയിൽ കുത്തുവാക്കുകളും വേദനിപ്പിക്കുന്ന സ്ഥലത്ത് വീണ്ടും വീണ്ടും കുത്തിയും വേദനിപ്പിക്കുന്ന വ്യക്തികൾ. അതേപോലെ തന്നെ പൊന്നോമന പോലെ ദിനരാത്രം പണിയെടുത്ത് മക്കളെ പൊന്നുപോലെ വളർത്തിയ വ്യക്തികൾ. ഈ വ്യക്തികളെ അനാഥാലയത്തിലും മറ്റുള്ള സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവനവൻ്റെ സുഖം കാണുന്ന വ്യക്തികളെ നമുക്ക് കാണാം. ഇവർ മനുഷ്യരാണോ മൃഗമാണോ പറയാൻ നേരത്തെ വലിയ വാചകം അടിക്കും. ഞാൻ ഡോളറുകൾ അയക്കുന്നു, ഇത്ര രൂപ ഞാൻ അയച്ചു കൊടുത്ത് അമ്മേനെയും അപ്പനെയും അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കുന്നു. അതാണോ വേണ്ടത്? ഒരു തലോടൽ, ഒരു സ്നേഹത്തിൻ്റെ ചിരി മാത്രം മതി ആ വ്യക്തികൾക്ക്. അതാണ് വേണ്ടത്. അതാണ് മനുഷ്യത്വം. അതല്ലാണ്ട് ആരാധനാലയങ്ങളിൽ പോയിട്ട് മുട്ടയിൽ നിറങ്ങിക്കൊണ്ടും കൈ വിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പ്രഹസനം കാണിക്കുന്നതാണോ മനുഷ്യൻ? ഒരാളെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ എളുപ്പമാണ്, നിസ്സാര കാര്യമാണ്. അതിൽ സന്തോഷം കിട്ടുന്ന കുറേ വ്യക്തികളുണ്ട്, കുറേ കുത്തുവാക്കുകൾ പറഞ്ഞ്. പക്ഷേ ഒരു വ്യക്തിയെ അവൻ്റെ വിഷമഘട്ടത്തിൽ നിന്ന് നമ്മളൊരു കച്ചിത്തിരുമ്പെങ്കിലും കൊടുത്ത് ആ വിഷമിക്കുന്ന സ്ഥലത്ത് നിന്ന് അവനെ രക്ഷപ്പെടുത്താനുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ ചങ്കൂറ്റം, ആ നട്ടെല്ല് നമുക്കുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. എളുപ്പമുള്ള കാര്യം ചെയ്ത് സന്തോഷിക്കുകയാണ് നമ്മുടെ ചിന്ത. അതിലൊരു രസവും കണ്ടെത്തുന്ന കുറേ വ്യക്തികൾ. ആ രസിക്കുന്ന വ്യക്തികളുടെ കൂടെ നിന്നും ആസ്വദിക്കുന്ന വ്യക്തികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് അവരുടെ സ്വഭാവം. പക്ഷേ അങ്ങനെ ചെയ്യണവൻ മൃഗമെന്ന് പറയുന്ന പൂച്ചക്കുട്ടീനേക്കാളും എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു പോകുന്നു. എന്നിട്ട് പറയും പ്രാർത്ഥിക്കുന്നുണ്ട്. 5 പൈസ പോലും ചിലവിൽ ഇല്ല പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാൻ. ഹൃദയത്തിൽ നിന്ന് പറയുന്ന അനേകരുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ പ്രാർത്ഥിച്ചിരിക്കും. ആ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കും, അതെ, ഉറപ്പാണ്. അല്ലാണ്ട് നമ്മളെപ്പോലെയാണ് ദൈവം എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം വെച്ച് ഈ ആരാധന ആലയങ്ങളുടെ മുമ്പിലിരിക്കുന്ന വെറും പ്രതിമകളുടെ മുമ്പിൽ പ്രഹസനം കാണിച്ചുകൊണ്ട് എന്ത് കാര്യം? ദൈവം കാണുന്നില്ല ഇത്. നമ്മളെപ്പോലെ അല്ല ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ്. ഇന്നലെകളും ഇന്നും നാളെ അറിയുന്ന ദൈവവും നമുക്കുള്ളത്. അവർ ദൈവത്തെ പറ്റിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, പറഞ്ഞ് അങ്ങോട്ട് കാട് കയറിപ്പോയി. ഈ അടുത്ത നാളിൽ കുറേ പരിചയക്കാരും അറിയാവുന്ന വ്യക്തികളും മരണപ്പെട്ട്. അതെ, ഇന്ന് കാണുന്നവനല്ല നാളെ. അപ്പച്ചി എപ്പോഴും പറയാറുണ്ട്, ഡെത്ത് ഈസ് സർട്ടൺ. അതെ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല എന്നാ നമ്മുടെ മരണം തന്നെയെന്ന്. അയ്യോ, പറഞ്ഞ് ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ ഇതാ എൻ്റെ ഓട്ടം പൂർത്തിയായി എന്ന് തോന്നുന്നു. എൻ്റെ സമയമായി. ഇതാ ഞാൻ ഇപ്പോൾ ഫ്രീസറിൽ മരവിച്ച് കിടക്കുന്നു. എൻ്റെ കണ്ണ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇതാ ഞാൻ സ്നേഹിച്ച വ്യക്തികൾ, ഞാൻ അവർക്കൊക്കെ വേണ്ടി ഓടിയിട്ടുണ്ട്. ആ വ്യക്തികൾ, എൻ്റെ വീട്ടുകാർ, കൂട്ടുകാർ എല്ലാം വിതുമ്പിക്കരയുന്നു. എൻ്റെ ചുറ്റിനുണ്ടും എല്ലാവരും സന്തോഷമായി. അതെ, എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ
എന്നെ സ്നേഹിച്ചിരുന്നല്ലോ, ഞാൻ അവരെ അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചു. അതെ, സമയം പയ്യെ പയ്യെ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന വ്യക്തികളെ എല്ലാവരും മാറിക്കൊണ്ടിരുന്നു. ഞാൻ അവരുടെ പക്കലേക്കൊന്ന് നോക്കി. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. ഓ, ഞാൻ മറന്നുപോയി, അവർ ജീവനുള്ളവരല്ലേ, അവർക്ക് വിശക്കുന്നുണ്ടാവും, അതായിരിക്കും. ഇതാ എൻ്റെ മുമ്പിൽ കുറേ പേര് റീത്തായിട്ട് വരുന്നു. ആ, എൻ്റെ പരിചയക്കാരാണല്ലോ. സന്തോഷമായി. അവരെൻ്റെ മുമ്പിൽ വന്ന് കുറേ പ്രാർത്ഥനയൊക്കെ വെച്ച് അങ്ങോട്ട് മുന്നോട്ടങ്ങ് നീങ്ങി. അവർ ദുഃഖം കണ്ടപ്പോൾ ദൈവമേ, ഓ, ഇത്ര നല്ല കൂട്ടുകാർ എൻ്റെ കയ്യിലുണ്ടല്ലോ, ഇത് മതി എനിക്ക്, സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് നീങ്ങി. ഇതാ വലിയ പ്രശ്നം അവിടെ നടക്കുന്നു. റീത്തിൻ്റെ കണക്കാണ്. റീത്തിൻ്റെ കണക്കും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞ് പിന്നെ പിന്നെ പയ്യെ സന്തോഷമായി, തമാശയായി, ചിരിയും കളിയായി. ഇതാ അങ്ങോട്ട് നീക്കിയപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ അവരെന്താണോ പറയുന്നത്? ഓ, അതിൽ നമ്മുടെ വീട്ടുകാരും ഉണ്ട് കേട്ടോ, നാളെ ഞായറാഴ്ചയാണ്, നല്ല ഇറച്ചി എവിടെ കിട്ടുമെന്നുള്ള ചർച്ചാ വിഷയങ്ങളാണ്. മനസ്സ് വീണ്ടും തളർന്നു. ഞാനൊന്ന് മയങ്ങിയേക്കാന്ന് വിചാരിച്ചു. ഇതാ എൻ്റെ കാലുകൾ നനയുന്നു. എന്താണോ ഒരു കാലിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നു. ഇതാരാണ്? ഒരു ചേട്ടൻ എൻ്റെ കാലുകളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ വിമ്പുന്നു, വിമ്പിക്കറിയുന്നു. ദൈവമേ, ഇതാരാണ്? എനിക്കറിയില്ലല്ലോ ഈ ചേട്ടനെ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഈ ചേട്ടന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എങ്ങോട്ടും ഓടിയിട്ടുമില്ല ഈ ചേട്ടന് വേണ്ടി. ദൈവമേ, ഇതാരാണ്? ഒരു അശരീരി പോലെ, മോനെ എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കി. വീണ്ടും മോനെ കൈ കൂപ്പിക്കൊണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്. അതെ, ആ ചേട്ടൻ തന്നെ, അന്ന് ആ ചോദിച്ച ചേട്ടൻ തന്നെ. അയ്യോ, അന്ന് ഞാൻ ഒരു നേരത്തെ ചോറല്ലേ മേടിച്ചു കൊടുത്തോളൂ. അതെ, ആ ചേട്ടൻ തന്നെ. ഇടയ്ക്കൊക്കെ ആ ചേട്ടൻ എന്നെ ഒക്കെ ചിരിച്ചിട്ടുണ്ട്. ഞാനും ആളറിയാണ്ട് ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, ഹൃദയത്തിൽ നിന്നുള്ള ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും മാത്രം ഉണ്ടായിരുന്നു. വീണ്ടും അവിടെ ഇതൊക്കെ ചർച്ച. ഞാൻ അങ്ങോട്ടേക്ക് എൻ്റെ ചെവി ഒന്ന് നീക്കി. ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന കാറ് എന്ത് ചെയ്യും? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എൻ്റെ ഓഫീസ്, വീട്, ഇതെല്ലാം ആർക്ക്, എന്ത്, എപ്പോൾ, എങ്ങനെയൊക്കെയാണെന്നുള്ള ചർച്ചാ വിഷയങ്ങൾ. ഇവരുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു പോകുന്നു. ദൈവമേ, അതെ, ഞാനും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഈ ഭൂമിയിൽ ജീവിക്കാൻ നേരത്ത് ഇതൊന്നും അറിയുന്നില്ല. ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാൻ നേരത്തായിരിക്കും ഇതൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അതെ, ഇതാ പള്ളിമണി മുഴങ്ങി. ഞാൻ പോകുന്നു ദൈവത്തിൻ്റെ പക്കലേക്ക്. ഒരു പിടിച്ചോറെങ്കിലും വിശക്കുന്നവന് കൊടുത്തല്ലോ എന്നൊരു ആശ്വാസം മാത്രം. അവൻ്റെ കണ്ണീർ എൻ്റെ കാലിൽ വീണല്ലോ എന്നൊരു ആശ്വാസം. ഞാൻ സ്നേഹിച്ച വ്യക്തികളിൽ നിന്നും ഇതാ ഞാൻ പോകുന്നു. ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കപ്പെട്ടോ? ഇഫ് ഐ ആം ബീൻ ലൗഡ്, ഇനി വരാൻ പോണ ദിവസങ്ങളിൽ എനിക്കറിയാൻ പറ്റും. കാരണം എൻ്റെ ഒരു പേര് ഒന്ന് ഓർത്താൽ, അല്ലെങ്കിൽ എന്നൊന്ന് ഓർത്താൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വരുമോ? കണ്ണീര് വന്നാൽ അപ്പോൾ അറിയാം ഞാൻ സ്നേഹിക്കപ്പെട്ടെന്ന്. എനിക്കത് മതി. ശിംതേരികൾ കത്തിക്കുന്ന മെഴുതിരിയും ഒരു കാറ്റ് ഊതിയാൽ മതി, അത് കെട്ടുപോകാം. അല്ലെങ്കിൽ മണിക്കൂറുകളിൽ കത്തിത്തീരാം. വിലയേറിയ പൂക്കൾ പോലും മണിക്കൂറിനുള്ളിൽ സൂര്യൻ്റെ ചൂട് ഏറ്റ് അത് തളർന്നു പോയേക്കാം. പക്ഷേ എൻ്റെ പൊന്നോമനകളുടെ കണ്ണീർ ഒരു കാരണവശാലും പറ്റുമില്ല. അത് ഒരു കാരണവശാലും പറ്റുമില്ല. എനിക്ക് അത് മതി.